അധ്യായം 13. സൂറത്തുൽ റഅദ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 43. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം റാ. തിൽക ആയാതുൽ കിതാബ് വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ് വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. അലിഫ് ലാം മീം റാ. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ സൂക്തങ്ങളാണ്. നബിയെ, താങ്കളുടെ റബ്ബിൽ നിന്നും താങ്കൾക്ക് അവതരിച്ചു കിട്ടിയത് സത്യം തന്നെയാകുന്നു. പക്ഷേ മനുഷ്യരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നില്ല. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവനാണ് അല്ലാഹു. അവ തൂണുകൾ കൂടാതെ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നു. അവൻ അർശിനെ കീഴടക്കുകയും സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുകയും ചെയ്തു. അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചലിച്ചുകൊണ്ടിരിക്കും. അവൻ എല്ലാ കാര്യങ്ങളും പ്ലാനിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുവാൻ തക്കവണ്ണം അവൻ ലക്ഷ്യങ്ങളെ വിശദീകരിക്കുന്നു. وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون. ഭൂമിയെ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും സുഖമായി താമസിക്കത്തക്ക വിധം വിശാലമാക്കുകയും അതിൽ ഉറച്ച പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തത് അവനാണ്. എല്ലാ പഴങ്ങളിൽ നിന്നും ഈ രണ്ട് ജാതികളെ സൃഷ്ടിക്കുകയും ചെയ്തത് അവനാകുന്നു. പകലിനെ അവൻ രാത്രിയിൽ മൂടുന്നു. ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. وفي الأرض قطع متجاورات وجنات من أعناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. തൊട്ടുരുമ്മിക്കിടക്കുന്ന പല കഷണങ്ങളും ഭൂമിയിലുണ്ട്. അവയിൽ മുന്തിരിത്തോട്ടങ്ങളും കൃഷിസ്ഥലങ്ങളും ശാഖയുള്ളതും ശാഖയില്ലാത്തതുമായ രീതിയിൽ പൊട്ടിവളർന്നതുമായ ഈത്തപ്പന തോട്ടങ്ങളുമുണ്ട്. അവ നനയ്ക്കപ്പെടുന്നത് ഒരേ വെള്ളം കൊണ്ടാണ്. എന്നിട്ടും ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം രുചിയിലും മറ്റും അവയിൽ ചിലതിനേക്കാൾ നാം മെച്ചപ്പെടുത്തുന്നു. ചിന്തിക്കുന്ന ജനതയ്ക്ക് തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. وَإِن تَعْجَبْ فَعَجَبٌ قَوْلُهُمْ أَإِذَا كُنَّا تُرَابًا أَإِنَّا لَفِي خَلْقٍ جَدِيدٍ أُولَئِكَ الَّذِينَ كَفَرُوا بِرَبِّهِمْ وَأُولَئِكَ الْأَغْلَالُ فِي أَعْنَاقِهِمْ وأولئك أصحاب النار هم فيها خالدون.
താങ്കൾക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ ഞങ്ങൾ മരിച്ചു മണ്ണായി തീർന്നാലും ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുമോ എന്ന അവരുടെ ചോദ്യമാണ് കൂടുതൽ അത്ഭുതകരമായിട്ടുള്ളത്. അവർ തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ചവരാണ്. അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളുണ്ടായിരിക്കും. അവർ നരകക്കാരാണ്. അവരതിൽ ശാശ്വതമായി വസിക്കുന്നവരുമാണ്. وَيَسْتَعْجِلُونَكَ بِالسَّيِّئَةِ قَبْلَ الْحَسَنَةِ وَقَدْ خَلَتْ مِنْ قَبْلِهِمُ الْمَثُلَاتُ وَإِنَّ رَبَّكَ لَذُو مَغْفِرَةٍ لِلنَّاسِ عَلَى ظُلْمِهِمْ وَإِنَّ رَبَّكَ لَشَدِيدُ الْعِقَابِ. രക്ഷയ്ക്ക് മുമ്പായി ശിക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവർ താങ്കളോട് ധൃതിപ്പെടുന്നത്. ഇവർക്ക് മുമ്പ് അപമാനകരമായ പല ശിക്ഷാ നടപടികളും കഴിഞ്ഞിട്ടുണ്ട് താനും. മനുഷ്യർ അക്രമം ചെയ്തിട്ട് കൂടി താങ്കളുടെ റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണ്. താങ്കളുടെ റബ്ബ് തീർച്ചയായും കഠിന ശിക്ഷ നൽകുന്നവനുമാണ്. وَيَقُولُ الَّذِينَ كَفَرُوا لَوْلَا أُنْزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ إِنَّمَا أَنْتَ مُنذِرٌ وَلِكُلِّ قَوْمٍ هَادٍ. അദ്ദേഹത്തിന് നബിക്ക് തന്റെ റബ്ബിൽ നിന്ന് എന്തുകൊണ്ടൊരു ദൃഷ്ടാന്തം അയച്ചു കൊടുക്കപ്പെടുന്നില്ല എന്ന് സത്യനിഷേധികൾ ചോദിക്കുന്നു. താങ്കൾ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഓരോ സമുദായത്തിനും ഓരോ മാർഗദർശകൻ വന്നിട്ടുണ്ട്. الله يعلم ما تحمل كل أنثى وما تغيض الأرحام وما تزداد وكل شيء عنده بمقدار. ഓരോ സ്ത്രീയും ഗർഭം ധരിക്കുന്നതും ഗർഭാശയങ്ങൾ സങ്കോചിക്കുന്നതും വികസിക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവന്റെ അടുക്കൽ നിശ്ചിത വ്യവസ്ഥയുണ്ട്. عالم الغيب والشهادة الكبير المتعال. ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങളെല്ലാം അറിയുന്നവനും മഹാനും പരമോന്നതനുമാണവൻ. سواء منكم من أسر القول ومن جهر به ومن هو مستخف بالليل وسارب بالنهار. നിങ്ങളിൽ നിന്ന് രഹസ്യമായി സംസാരിക്കുന്നവനും പരസ്യമായി സംസാരിക്കുന്നവനും രാത്രിയിൽ മറഞ്ഞിരിക്കുന്നവനും പകൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം അവന്റെ ദൃഷ്ടിയിൽ സമമാണ്. له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. ഇടവിടാതെ വന്നുകൊണ്ടിരിക്കുന്ന ചില മലക്കുകൾ മനുഷ്യന്റെ മുന്നിലും പിന്നിലും ഉണ്ട്. അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ച് അവർ അവനെ കാത്തുരക്ഷിക്കുന്നു. തീർച്ചയായും ഒരു ജനതയുടെ അവസ്ഥയും അവർ സ്വയം മാറ്റുന്നതുവരെ അവരുടെ നല്ല സ്ഥിതിക്ക് അള്ളാഹു മാറ്റം വരുത്തുകയില്ല. അള്ളാഹു ഒരു ജനതയ്ക്ക് തിന്മ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ആർക്കും സാധ്യമല്ല. അവർക്ക് അവനെ കൂടാതെ ഒരു രക്ഷാധികാരിയുമില്ല. هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال. ഭയവും പ്രത്യാശയും ഉളവാക്കുന്ന മിന്നൽ പിണർ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അവനാകുന്നു. കനത്ത കാർമേഘങ്ങളെ സൃഷ്ടിക്കുന്നതും അവനാണ്. ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال. ഇടി അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അവനെ ഭയപ്പെടുകയാൽ മലക്കുകളും പരിശുദ്ധി വാഴ്ത്തുന്നുണ്ട്.
അവൻ ഭൂമിയിലേക്ക് ഇടിത്തി അയക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതുകൊണ്ട് ആപത്ത് വരുത്തി വെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സത്യനിഷേധികൾ അള്ളാഹുവിനെപ്പറ്റി തർക്കിക്കുകയാണ്. അവനാകട്ടെ കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ലഹു ദഅവത്തുൽ ഹഖ് والذين يدعون من دونه لا يستجيبون لهم بشيء إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال. ന്യായമായ ആരാധന അള്ളാഹുവിന് മാത്രമാണ്. അവനെ കൂടാതെ അവർ ആരാധിക്കുന്നവ അവർക്ക് യാതൊരു ഉത്തരവും നൽകുകയില്ല. വായിൽ വെള്ളമെത്തുവാനായി 2 കൈയും അതിന്റെ നേരെ നീട്ടിയവനെ പോലെയാണ് അവരുടെ സ്ഥിതി. വാസ്തവത്തിൽ വെള്ളം അയാളുടെ വായിലെത്തുന്നുമില്ല. സത്യനിഷേധികളുടെ ആരാധന നഷ്ടത്തിൽ തന്നെയാകുന്നു. وَلِلَّهِ يَسْجُدُ مَن فِي السَّمَاوَاتِ وَالْأَرْضِ طَوْعًا وَكَرْهًا وَظِلَالُهُم بِالْغُدُوِّ وَالْآصَالِ. ആകാശഭൂമിയിലുള്ളതെല്ലാം തന്നെ സ്വമനസ്സാലെയോ നിർബന്ധിതരായോ സാഷ്ടാംഗം ചെയ്യുന്നത് അള്ളാഹുവിന് മാത്രമാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ നിഴലുകളും സാഷ്ടാംഗം ചെയ്യുന്നു. قُلْ مَنْ رَبُّ السَّمَاوَاتِ وَالْأَرْضِ قُلِ اللَّهُ قُلْ أَفَاتَّخَذْتُم مِّن دُونِهِ أَوْلِيَاءَ لَا يَمْلِكُونَ لِأَنفُسِهِمْ نَفْعًا وَلَا ضَرًّا قُلْ هَلْ يَسْتَوِي الْأَعْمَى وَالْبَصِيرُ أَمْ هَلْ تَسْتَوِي الظُّلُمَاتُ وَالنُّورُ أَمْ جَعَلُوا لِلَّهِ شُرَكَاءَ خَلَقُوا كَخَلْقِهِ فَتَشَابَهَ الْخَلْقُ عَلَيْهِمْ قُلِ اللَّهُ خَالِقُ كُلِّ شَيْءٍ وَهُوَ الْوَاحِدُ الْقَهَّارُ. നബിയേ, താങ്കൾ അവരോട് ചോദിക്കുക, ആകാശഭൂമികളുടെ റബ്ബ് ആരാണ്? അവർ മറുപടി തരുന്നില്ലെങ്കിൽ താങ്കൾ തന്നെ പറയുക, അല്ലാഹുവാണ്. എന്നിട്ട് ചോദിക്കുക, സ്വന്തം ദേഹത്തിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത രക്ഷാധികാരികളെയാണോ അല്ലാഹുവിനെ വിട്ട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്? ചോദിക്കുക, അന്ധനും കാഴ്ചയുള്ളവനും തുല്യമാകുമോ? അതല്ല, ഇരുട്ടും പ്രകാശവും തുല്യമാകുമോ? അല്ലെങ്കിൽ അല്ലാഹുവിന് അവർ ഉണ്ടാക്കിയ പങ്കാളികൾ അല്ലാഹു പടച്ചതുപോലെ വല്ലതും പടച്ചവരാണോ? അങ്ങനെ 2 കൂട്ടരുടെയും പടയ്ക്കൽ അവർക്ക് തിരിച്ചറിയാതായതാണോ? അല്ലെന്ന് വ്യക്തം. എല്ലാ വസ്തുക്കളെയും പടച്ചത് അല്ലാഹുവാണെന്ന് പറയുക. അവൻ ഏകനും സർവാധിപതിയുമാകുന്നു. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. അവൻ ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു. അങ്ങനെ മലഞ്ചെരിവുകളിൽ അവയുടെ വിശാലതയനുസരിച്ച് വെള്ളം ഒഴുകുകയും അപ്പോൾ അതിനു മുകളിൽ ആ ഒഴുക്ക് പൊങ്ങി നിൽക്കുന്ന നുരയെ അത് വഹിച്ച് ഒഴുകിപ്പോകുകയും ചെയ്യുന്നു. ആഭരണങ്ങളോ മറ്റു സാധനങ്ങളോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് തീയിലിട്ട് പഴിപ്പിക്കുന്ന ലോഹങ്ങളിലും അതുപോലെയുള്ള നുര പൊന്തി വരുന്നു. ഇപ്രകാരമാണ് അല്ലാഹു സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത്. എന്നാൽ നുരയാവട്ടെ അത് ഉപയോഗശൂന്യമായി തള്ളപ്പെട്ടു പോവുകയും എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് ഭൂമിയിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹു ഇപ്രകാരം ജനങ്ങൾ തത്വം ഗ്രഹിക്കേണ്ടതിനായി ഉപമകൾ എടുത്തു കാണിക്കുന്നു. للذين استجابوا لربهم الحسنى
والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم وبئس المهاد. തങ്ങളുടെ റബ്ബിന് കീഴടങ്ങി ഉത്തരം ചെയ്തവർക്ക് വളരെ നല്ല പ്രതിഫലമുണ്ട്. അവൻ ഉത്തരം നൽകാത്തവരാകട്ടെ ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടിയും അവരുടെ അധീനതയിലുണ്ടായാൽ അതെല്ലാം പ്രായശ്ചിത്തമായി നൽകിയിട്ടെങ്കിലും ആ ഭയങ്കര ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ അവർ ശ്രമിക്കുമായിരുന്നു. കഠിനമായ വിചാരണയാണ് അവർക്കുള്ളത്. നരകമാകുന്നു അവരുടെ പാർപ്പിടം. ആ വാസസ്ഥലം എത്ര ചീത്ത. أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب. എന്നാൽ നബിയെ, താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് താങ്കൾക്ക് അവതീർണമായത് സത്യം തന്നെയാണെന്ന് അറിയുന്ന ഒരാൾ അതൊന്നും ഗ്രഹിക്കാത്ത കുരുടനെ പോലെയാണോ? ബുദ്ധിമാന്മാർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞ നിറവേറ്റുകയും നൽകിയ ഉറപ്പുകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരും ചേർക്കാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ ചേർക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും വിചാരണയുടെ ഭയങ്കരതയെ ഭയപ്പെടുകയും ചെയ്യുന്നവരുമാണ്. അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി ആഗ്രഹിച്ച് ക്ഷമിക്കുകയും നിസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും നന്മ കൊണ്ട് തിന്മയെ തടുക്കുകയും ചെയ്യുന്നവരും ആരോ അവർക്കാണ് പരലോകത്ത് ശോഭനമായ പര്യവസാനമുള്ളത്. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങൾ, അതിൽ അവരും അവരുടെ സജ്ജനങ്ങളായ മാതാപിതാക്കളും ഇണകളും സന്താനങ്ങളും പ്രവേശിക്കും. മലക്കുകൾ എല്ലാ കവാടങ്ങളിൽ കൂടിയും അവരുടെ അടുത്തേക്ക് കടക്കുന്നതാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. മലക്കുകൾ അവരോട് പറയും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവരട്ടെ. പരലോക ജീവിതത്തിലെ നല്ല പരിണാമം എത്ര മംഗളകരം. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. അള്ളാഹുവുമായുള്ള കരാർ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുകയും അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ മുറിക്കുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട്. ചീത്തയായ വാസസ്ഥലമാണ് അവർക്കുള്ളത്. الله يبسط الرزق لمن يشاء ويقدر
وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ആഹാരം വിശാലമാക്കുകയും ഉദ്ദേശിക്കുന്നവർക്ക് അത് കുടുസാക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ ഐഹിക ജീവിതം കൊണ്ട് ആനന്ദിക്കുകയാണ്. വാസ്തവത്തിൽ പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതം നിസ്സാര സുഖം മാത്രമാകുന്നു. ويقول الذين كفروا لولا أنزل عليه آية من ربه قل إن الله يضل من يشاء ويهدي إليه من أناب. അദ്ദേഹത്തിന് നബിക്ക് തന്റെ റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തതെന്തുകൊണ്ടാണ്? താങ്കൾ പറയുക, തീർച്ചയായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുകയും തന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അതായത് സത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുന്നത് മൂലം മനഃശാന്തി ലഭിക്കുകയും ചെയ്തവരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനസ്സമാധാനം കൈവരുന്നത്. الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് മംഗളവും ഉത്കൃഷ്ട സങ്കേതവുമുള്ളത്. كذلك أرسلناك في أمة قد خلت من قبلها أمم لتتلو عليهم الذي أوحينا إليك وهم يكفرون بالرحمن قل هو ربي لا إله إلا هو عليه توكلت وإليه متاب. അപ്രകാരം താങ്കളെ നാം ഒരു സമുദായത്തിലേക്ക് അയച്ചിരിക്കുന്നു. തീർച്ചയായും ആ സമുദായത്തിന് മുമ്പ് പല സമുദായങ്ങളും കഴിഞ്ഞുപോയിട്ടുണ്ട്. നാം നൽകിയ ബോധനങ്ങളെ അവർക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടിയാണ് താങ്കളെ അയച്ചത്. എന്നാൽ കാരുണ്യവാനായ അല്ലാഹുവിനെ നിഷേധിക്കുന്നവരാണവർ. താങ്കൾ പറയുക, അവനാണ് എന്റെ റബ്ബ്, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനിലേക്കാണ് എന്റെ മടക്കവും. ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل لله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. തീർച്ചയായും ഏതെങ്കിലും ഒരു ഗ്രന്ഥം മൂലം പർവ്വതങ്ങൾ നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് ഭൂമി പിളർക്കപ്പെടുകയോ അതുമല്ലെങ്കിൽ അതുകൊണ്ട് മരണപ്പെട്ടവർ സംസാരിക്കപ്പെടുകയോ ചെയ്യലുണ്ടാവുമായിരുന്നെങ്കിൽ അത് ഈ ഗ്രന്ഥം ഖുർആൻ തന്നെ ആവുമായിരുന്നു. പക്ഷേ എല്ലാ കാര്യവും അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെയെല്ലാം അവൻ നേർമാർഗത്തിലാക്കുമായിരുന്നുവെന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കിയിട്ടില്ലേ? സത്യനിഷേധികൾക്ക് അവരുടെ പ്രവർത്തന ഫലമായി വമ്പിച്ച അത്യാപത്തുകൾ ബാധിക്കുകയോ അവരുടെ വീടിനടുത്തു ചെന്നിറങ്ങുകയോ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുന്നതുവരെ തീർച്ചയായും അള്ളാഹു കരാർ ലംഘിക്കുകയില്ല. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَأَمْلَيْتُ لِلَّذِينَ كَفَرُوا ثُمَّ أَخَذْتُهُمْ فَكَيْفَ كَانَ عِقَابِ.
നബിയെ, താങ്കൾക്ക് മുമ്പുള്ള പല പ്രവാചകന്മാരും തീർച്ചയായും പരിഹസിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യനിഷേധികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുത്തു. പിന്നീട് അവരെ ഞാൻ പിടികൂടി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ശിക്ഷ? أفمن هو قائم على كل نفس بما كسبت وجعلوا لله شركاء قل سموهم أم تنبئونه بما لا يعلم في الأرض أم بظاهر من القول بل زين للذين كفروا مكرهم وصدوا عن السبيل ومن يضلل الله فما له من هاد. നബിയെ, ഓരോ വ്യക്തിയും എന്തു ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനാണോ ഇവരുടെ ഈ ബോധമില്ലാത്ത ഇലാഹുകളെ പോലെയാവുക? അവർ അള്ളാഹുവിന് ചില പങ്കുകാരെ സ്ഥാപിച്ചിരിക്കുന്നു. താങ്കൾ ചോദിക്കുക, നിങ്ങൾ അവരെപ്പറ്റി അവർ പങ്കുകാരാവാൻ അർഹത എന്താണെന്ന് വിവരിക്കുക. അഥവാ ഈ ഭൂമിയിൽ അള്ളാഹു അറിയാത്ത കാര്യം അവന് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അതുമല്ലെങ്കിൽ വെറും പുറം വാക്കിൽ പങ്കുകാരാണെന്ന് നിങ്ങൾ വെറുതെ പറയുകയാണോ? സത്യനിഷേധികൾക്ക് അവരുടെ കുതന്ത്രങ്ങൾ ഭംഗിയായി തോന്നി. നേർമാർഗത്തിൽ നിന്നവർ തടയപ്പെടുകയും ചെയ്തു. അള്ളാഹു ആരെയെങ്കിലും വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് മാർഗദർശനം നൽകാൻ പിന്നെ ആരുമുണ്ടാവുകയില്ല. لهم عذاب في الحياة الدنيا ولعذاب الآخرة أشق وما لهم من الله من واق. അവർക്ക് ഐഹിക ജീവിതത്തിൽ തന്നെ ശിക്ഷയുണ്ട്. എന്നാൽ പരലോക ശിക്ഷ ഏറ്റവും കഠിനമായതത്രേ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒരു രക്ഷകനും അവർക്കുണ്ടായിരിക്കുന്നതല്ല. مثل الجنة التي وعد المتقون تجري من تحتها الأنهار أكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار. ഭക്തന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അവയുടെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിലെ ഫലങ്ങളും വസ്തുക്കളും അവിടുത്തെ തണലും എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഭക്തന്മാർക്കുള്ള അന്ത്യഫലമാണത്. സത്യനിഷേധികളുടെ അന്ത്യഫലം നരകമാകുന്നു. والذين آتيناهم الكتاب يفرحون بما أنزل إليك ومن الأحزاب من ينكر بعضه قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب. നബിയെ, നാം വേദഗ്രന്ഥം നൽകിയ യഹൂദികൾ, ക്രിസ്ത്യാനികൾ തുടങ്ങിയവർ താങ്കൾക്ക് ഇറക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കും. എന്നാൽ അതിൽ, ഖുർആനിൽ, ചിലതിനെ നിഷേധിക്കുന്നവർ അവരിലുണ്ട്. താങ്കൾ അവരോട് പറയുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും അവനോട് പങ്കുചേർക്കാതിരിക്കുവാനും തന്നെയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവനിലേക്ക് തന്നെയാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നതും എന്റെ മടക്കവും അവനിലേക്ക് തന്നെയാണ്. وكذلك أنزلناه حكما عربيا ولئن اتبعت أهواءهم بعدما جاءك من العلم ما لك من الله من ولي ولا واق. അപ്രകാരം പൂർവവേദങ്ങൾ അവതരിപ്പിച്ചതുപോലെ ഈ ഖുർആനിനെ അറബി ഭാഷയിലുള്ള ചില നിയമങ്ങളായി നാം അവതരിപ്പിച്ചിരിക്കുകയാണ്. ശരിയായ ജ്ഞാനം വന്നു കിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകനോ കാത്തുസൂക്ഷിക്കുന്നവനോ താങ്കൾക്കുണ്ടാകുകയില്ല. وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ وَجَعَلْنَا لَهُمْ أَزْوَاجًا وَذُرِّيَّةً وَمَا كَانَ لِرَسُولٍ أَن يَأْتِيَ بِآيَةٍ إِلَّا بِإِذْنِ اللَّهِ لِكُلِّ أَجَلٍ كِتَابٌ.
തീർച്ചയായും താങ്കൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവർക്ക് ഭാര്യാസന്താനങ്ങളെ നാം നൽകിയിട്ടുണ്ട്. ഒരു പ്രവാചകനും അല്ലാഹുവിന്റെ അനുമതി കൂടാതെ യാതൊരു ദൃഷ്ടാന്തവും കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ല. ഓരോ അവധിക്കും പ്രമാണമുണ്ട്. يمحو الله ما يشاء ويثبت وعنده أم الكتاب. ഉദ്ദേശിക്കുന്നതിനെ അല്ലാഹു ദുർബലപ്പെടുത്തുകയും താൻ ഉദ്ദേശിക്കുന്നതിനെ മായ്ക്കാതെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു. അവന്റെ പക്കലാണ് മൂലപ്രമാണം. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَعَلَيْنَا الْحِسَابُ. നബിയെ, അവർക്ക് നാം നൽകുന്ന താക്കീതുകളിൽ ചിലത് താങ്കൾക്ക് നാം കാണിച്ചു തരികയോ അല്ലെങ്കിൽ അവ പുലരുന്നതിന് മുമ്പ് താങ്കളെ നാം മരിപ്പിക്കുകയോ ചെയ്താൽ താങ്കൾക്കൊന്നും വരാനില്ല. താങ്കളുടെ ബാധ്യത പ്രബോധനം മാത്രമാണ്. വിചാരണയുടെ അധികാരം നമുക്കുള്ളതാണ്. أَوَلَمْ يَرَوْا أَنَّا نَأْتِي الْأَرْضَ نَنقُصُهَا مِنْ أَطْرَافِهَا وَاللَّهُ يَحْكُمُ لَا مُعَقِّبَ لِحُكْمِهِ وَهُوَ سَرِيعُ الْحِسَابِ. ഭൂമിയെ അതിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ? അല്ലാഹു വിധിക്കുന്നു. അവന്റെ വിധി തിരുത്താൻ ആരുമില്ല തന്നെ. അതിവേഗം വിചാരണ ചെയ്യുന്നവനാണവൻ. وَقَدْ مَكَرَ الَّذِينَ مِنْ قَبْلِهِمْ فَلِلَّهِ الْمَكْرُ جَمِيعًا يَعْلَمُ مَا تَكْسِبُ كُلُّ نَفْسٍ وَسَيَعْلَمُ الْكُفَّارُ لِمَنْ عُقْبَى الدَّارِ. ഇവർക്ക് മുമ്പുണ്ടായിരുന്നവർ ഗൂഢതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ഗൂഢതന്ത്രങ്ങൾക്കും പ്രതിക്രിയ ചെയ്യുവാൻ അല്ലാഹുവിനാണ് കഴിയുക. എല്ലാ ശരീരങ്ങളും പ്രവർത്തിക്കുന്നത് അവൻ അറിയുന്നു. പരലോക ഭവനത്തിലെ അന്ത്യവിജയം ആർക്കാണെന്ന് സത്യനിഷേധികൾ അടുത്തു തന്നെ അറിഞ്ഞുകൊള്ളും. وَيَقُولُ الَّذِينَ كَفَرُوا لَسْتَ مُرْسَلًا قُلْ كَفَى بِاللَّهِ شَهِيدًا بَيْنِي وَبَيْنَكُمْ وَمَنْ عِندَهُ عِلْمُ الْكِتَابِ. നബിയെ, താങ്കൾ പ്രവാചകനല്ലെന്ന് സത്യനിഷേധികൾ പറയുന്നു. താങ്കൾ മറുപടി നൽകുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷികളായി അല്ലാഹുവും വേദപരിജ്ഞാനമുള്ളവരും മതി.